ഗ്രീൻ മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ചാലക്കുടി അടുത്ത് അന്നമ്മതട എന്ന് പറയുന്ന സ്ഥലത്ത്. ഇതിനു മുമ്പ് നമ്മൾ ഇവിടുന്ന് വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. ഷാജി ചേട്ടൻ്റെ ജാതിത്തോട്ടത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ ജാതിയുണ്ട്, കവുങ്ങുണ്ട്, തെങ്ങുണ്ട്, പിന്നെ കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ്സ് ഉണ്ട്. ഏകദേശം ഒരു 700ഓളം ചെടികളുള്ള 700ഓളം റവന്യൂ കിട്ടുന്ന ചെടികളുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടുത്തെ നമ്മളൊരു വർഷത്തെ ഏകദേശം ഒരു ആവറേജ് എക്സ്പെൻസ് എന്ന് പറയുന്നത് 1.5 lakh to 2 lakhs ആണ്. ഇവിടുത്തെ ഒരു ആവറേജ് റവന്യൂ എന്ന് പറയുന്നത് ഏകദേശം 10 lakhs ആണ്. ഇനിഷ്യലി ഇങ്ങനെ ഒരു റവന്യൂ ഇല്ലായിരുന്നു. അപ്പം നമ്മുടെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് ഏകദേശം ഒരു മരത്തിന് ഒരു വർഷം ഒരു 400 മുതൽ 500 രൂപ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, അത് അത്രയും സ്പെൻഡ് ചെയ്യേണ്ടി വരുമെന്നല്ല പറയാം, സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഏകദേശം ഒരു 150, 200, 250 എന്നുള്ള രീതിയിൽ ഒരു മരത്തിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പം നമുക്ക് ഏകദേശം ഒരു 3 ഇരട്ടി 4 ഇരട്ടി റിട്ടേൺസിലേക്ക് നമുക്ക് വരികയാണ്. അത് ഒരു ദിവസം കൊണ്ട് വന്നല്ല, ഏകദേശം കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മളിവിടെ ചെയ്യുന്നതാണ്. നമുക്ക് ഓരോ വർഷവും നമുക്കതിൻ്റെ റവന്യൂ കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല മണ്ണിൻ്റെ അവസ്ഥ, അതാണ് ഞാൻ ഏറ്റവും പറയാൻ ആഗ്രഹിക്കുന്നത്. മണ്ണിൻ്റെ അവസ്ഥ വളരെ പ്രൊപ്പോർഷണലായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ബയോളജിക്കൽ അഗ്രികൾച്ചറിൻ്റെ ഏറ്റവും തനതായിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഇവിടെ നമുക്ക് കാണിക്കാൻ പറ്റുന്നത്. നമ്മൾ ഒരു കെമിക്കലും ഇവിടെ യൂസ് ചെയ്യുന്നില്ല, ഒരു സ്പ്രേയും ഇവിടെ ചെയ്യുന്നില്ല. കഴിഞ്ഞ 2 വർഷമായിട്ട് നമുക്ക് ഇതിൻ്റെ ഓണറുമായിട്ട് സംസാരിക്കാൻ ഇവിടെ ഒരു സ്പ്രേയും ചെയ്യുന്നില്ല. ഇവിടെ ഒരു ഈ പറയുന്ന കെമിക്കലിൻ്റെ ഒരു സാധനങ്ങളും ചെയ്യുന്നില്ല. എന്നിട്ട് പോലും സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞ 2 വർഷം സാധിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം ബ്രേക്ക് ഈവൻ ആകുമെന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ. പക്ഷേ അതിലും മുകളിൽ ഏകദേശം ഒരു 5 ലക്ഷത്തിലോളം റവന്യൂയിലേക്ക് നമുക്ക് വരാൻ പറ്റി. ഈ വർഷം നമ്മൾ തെങ്ങിൻ്റെ ആദായം കൂടെ കൂടിയപ്പോഴാണ് ഏകദേശം നമുക്കൊരു 10 ലക്ഷത്തിലേക്ക് നമുക്ക് ആദായം വരാൻ പറ്റി. അപ്പോൾ ഓരോ വർഷവും അത് കൂടുന്നതല്ലാതെ കുറയാനുള്ള ഒരു സാധ്യത ഇവിടെ ഇല്ല. മാത്രമല്ല നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓരോ വർഷം കുറയ്ക്കാൻ സാധിക്കും. കാര്യം നമ്മുടെ രീതിയിലുള്ള മൾച്ചിങ്ങും നമ്മുടെ രീതിയിലുള്ള സോയിൽ അപ്ലിക്കേഷൻസും നോർമലായിട്ടുള്ള കാലിവളങ്ങളും ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നന്നായിട്ട് കുറയ്ക്കാൻ സാധിക്കും. ഞാൻ നിങ്ങളെ ഇതിൻ്റെ ഓരോ ഇപ്പം ഉള്ള വിളവുകളിലേക്ക് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് കാണിച്ചു തരാം. ഇവിടെ ഉണ്ടായ ഇമ്പ്രൂവ്മെൻറ്റ്സ്, പ്രത്യേകിച്ച് തെങ്ങും തൈകൾക്ക് ഇവിടെ എല്ലാം ചെല്ലി കുത്തിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാം കംപ്ലീറ്റ് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റി. അതെല്ലാം പ്രോഗ്രസിങ് സ്റ്റേജിലേക്കായി ഒരു 1-1.5 വർഷം കൊണ്ട് 2, 3, 4 പ്രാവശ്യത്തെ അപ്ലിക്കേഷൻ കൊണ്ട് ആ തെങ്ങും തൈകളെല്ലാം ഇമ്പ്രൂവ് ചെയ്ത് വരും. കാണാൻ കഴിയുമെന്ന് തോന്നുന്നു. നല്ല കട്ടയ്ക്ക് പിടിച്ചിട്ടുണ്ട്. പ്രാവശ്യവും വലിയ എഫേർട്ട് ഇല്ല. ശരിക്കും ഈ വർഷത്തെ ഒരു എടുക്കുകയാണെങ്കിൽ 0 ഇൻവെസ്റ്റ്മെൻറ്റിലാണ് ഇപ്പോൾ പോകുന്നത്. ഈ വർഷത്തെ വളപ്രയോഗങ്ങൾ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഈ എല്ലാ തെങ്ങുകളും കയറി 2 വർഷം കൊണ്ട് കയറിയ തെങ്ങുകളാണ് ഈ കാണിക്കുന്നത്. വെയിൽ കിട്ടാത്തൊരു സാഹചര്യം ഇവിടെ ഉണ്ട്. എന്നിരുന്നാലും മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കാ പിടിക്കുന്നുണ്ട്, കട്ടയ്ക്ക് കാ പിടിക്കുന്നുണ്ട്. നമുക്ക് കായ്ക്ക് വലിപ്പം വയ്ക്കാനുള്ള സംഗതികളുണ്ട്. ഫ്രൂട്ടർ അതുപോലെ തന്നെ ബയോ പൊട്ടാഷ് സ്പ്രേ ചെയ്യാൻ പറ്റുന്നത്. ഇതൊന്നും നമ്മൾ ഇപ്രാവശ്യം കൊടുത്തിട്ടില്ല, അത് ഇപ്പോൾ കൊടുക്കാൻ പോകുന്നേ ഉള്ളൂ.